ഹായ് സ്റ്റുഡൻസ്, സ്റ്റഡി വിത്ത് സിസ്കോറിലേക്ക് സ്വാഗതം. 5th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിൻ്റെ ബേസിക് സയൻസിലുള്ള 6th ചാപ്റ്റർ സോഴ്സസ് ഓഫ് എനർജി. ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാഡത്തിൻ്റെ കുട്ടികളൊക്കെ എന്ത് ചെയ്യണം? ഫസ്റ്റ് പോർഷൻ നന്നായിട്ട് പഠിക്കുക. എനർജി എന്തോ, ഫ്യൂവലിൻ്റെ യൂസസ് എന്താണെന്നൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് നമുക്കതിൻ്റെ ബാലൻസ് ആയിട്ട് ഈ വീഡിയോ കേൾക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മാഡത്തിൻ്റെ കൂടെ തന്നെ അങ്ങ് പഠിച്ചോളാം, കട്ടക്ക് നിന്ന് പഠിച്ചോളാം. ഓക്കെ, റെഡിയല്ലേ മക്കൾ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മക്കളോട് വേറൊരു കാര്യം പറയട്ടെ, ക്ലാസ് ഇഷ്ടമാവുകയാണ് ജസ്റ്റ് എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ്, വാട്ട് ഈസ് ദ സോഴ്സ്? നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ഫ്യൂവലിൻ്റെ യൂസസ് ഒക്കെ ആയിരുന്നു പറഞ്ഞു നിർത്തിയിരുന്നത്. ഇനി എന്താണ്, എവിടെ നിന്നാണ് നമുക്ക് ഈ ഫ്യൂവലൊക്കെ ലഭിക്കുന്നത്? Investigate and find out how petrol and diesel reach the petrol pump. നിങ്ങളോട് ഒരു കാര്യം പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? എങ്ങനെയാണ് നിങ്ങളുടെ പെട്രോൾ പമ്പിൽ ഡീസലും പെട്രോളൊക്കെ എത്തുന്നത് എന്നുള്ളത് നിങ്ങളോട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. മാഡത്തിൻ്റെ കുട്ടികൾ ചെയ്യൂലേ? ഓക്കെ, ഇനി നോക്കാം. ദേ ആർ ഒബ്റ്റൈൻഡ് ഫ്രം ദ ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി എർത്ത്. എവിടെ നിന്നാണെന്ന് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ആൻസർ തരുന്നുണ്ട് അല്ലേ? എവിടെ നിന്നാണ്? ക്രൂഡ് ഓയിൽ നിന്നാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? നമുക്ക് ഈ പെട്രോളും ഡീസലൊക്കെ ലഭിക്കുന്നത്. ഈ ക്രൂഡ് ഓയിൽ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഭൂമിയിൽ നിന്ന്. അപ്പം ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഈ പെട്രോളും ഡീസലൊക്കെ ഉണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ? ഡു യു നോ ഹൗ ക്രൂഡ് ഓയിൽ ഈസ് ഫോംഡ്? എങ്ങനെയാണ് ഈ ക്രൂഡ് ഓയിൽ ഉണ്ടാവുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതവിടെ നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. മാഡം വായിച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, കോൾ, ക്രൂഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആർ മെയ്ഡ് ഫ്രം ദി ഓർഗാനിക് മാറ്റർ ട്രാപ്ഡ് അണ്ടർഗ്രൗണ്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ. അപ്പോൾ കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ഇവയൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഓർഗാനിക് മാറ്ററിൽ നിന്നാണ്. ഈ ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജൈവ വസ്തുക്കൾ. ഇപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിനടിയിൽ അകപ്പെട്ടു പോയിട്ടുള്ള ഈ ജൈവ വസ്തുക്കളിൽ നിന്നാണ് നമുക്ക് കോൾ, കൽക്കരി, ക്രൂഡ് ഓയിൽ, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ് ഒക്കെ ലഭിക്കുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് പറഞ്ഞു തരുന്നത്. മക്കളത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പഠിക്കട്ടെ, എങ്ങനെയാണ് ഈ ക്രൂഡ് ഓയിൽ ഉണ്ടാകുന്നത്? വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയിട്ടുള്ള ജൈവ വസ്തുക്കളിൽ നിന്നാണ്. ജൈവ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് മാറ്റർ. അതിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? കോൾ, ക്രൂഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഉണ്ടാകുന്നത്. പിന്നെ ഫ്യൂവൽസ് യൂസ്ഡ് ഇൻ ഡെയിലി ലൈഫ് സച്ച് ആസ് പെട്രോൾ, ഡീസൽ, കെറോസിൻ, LPG യൂസ്ഡ് ഫോർ കുക്കിംഗ് ആർ ഓൾ റിഫൈൻഡ് പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് ഫ്രം ക്രൂഡ് ഓയിൽ. നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പെട്രോൾ, ഡീസൽ, കെറോസിൻ, അതുപോലെ തന്നെ LPG, നമ്മൾ പാചകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന LPG ഇവയൊക്കെ നമ്മുടെ ഈ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കും. അപ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. നമ്മൾ ഭൂമിയിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുക്കുന്നത് എന്താണ്? ക്രൂഡ് ഓയിലാണ്. ആ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രൊഡക്ട്സ് ആണ്. റിഫൈൻ ചെയ്യാൻ ശുദ്ധീകരിക്കുക. അപ്പം റിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രൊഡക്ട്സ് ആണ് എന്ത്? ഈ പെട്രോള്, ഡീസല്, കെറോസിൻ, അതുപോലെ തന്നെ നമ്മൾ കുക്കിങ്ങിന് നമ്മൾ പാചകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസും. മനസ്സിലായോ? ഇപ്പോൾ എവിടെ നിന്നാണ് ഈ പെട്രോളും ഡീസലൊക്കെ ഉണ്ടാവുന്നതെന്ന് മനസ്സിലായല്ലോ? മക്കൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, കോൾ വാസ് യൂസ്ഡ് ആസ് ഫ്യൂൽ ഫോർ റണ്ണിങ് ട്രെയിൻസ് ആൻഡ് ഷിപ്സ് ആൻഡ് ആൾസോ ഫോർ ഓപ്പറേറ്റിംഗ് ഇൻഡസ്ട്രീസ് ബിഫോർ ഡീസൽ ആൻഡ് ഇലക്ട്രിസിറ്റി ബിക്കം പോപ്പുലർ. നൗവഡേയ്സ് കോൾ ഈസ് പ്രൈമറിലി യൂസ്ഡ് ഇൻ തെർമൽ പവർ പ്ലാന്റ്സ്. ഡീസല്, അതുപോലെ തന്നെ വൈദ്യുതി, നമ്മുടെ ഇലക്ട്രിസിറ്റി ഇവയൊക്കെ പ്രചാരത്തിലാകുന്നതിന് മുന്നേ
നമ്മൾ തീവണ്ടി, കപ്പൽ ഇവയൊക്കെ ഓടിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രീസ്, വ്യവസായശാലകളുണ്ടല്ലോ, അതൊക്കെ പ്രവർത്തിപ്പിക്കാനൊക്കെ നമ്മൾ എന്താണ് യൂസ് ചെയ്തിരുന്നത്? കൽക്കരിയാണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ എന്ത് ചെയ്തു? നമ്മൾ വൈദ്യുതിയും ഡീസലൊക്കെ എല്ലായിടത്തും എത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മളത് പതുക്കെ അങ്ങ് മാറ്റി, കൽക്കരി ഉപയോഗം അങ്ങ് മാറ്റി. എന്നിട്ട് ഇപ്പോൾ എവിടെയാണ്? നമ്മളെ തെർമൽ പവർ പ്ലാന്റ്സിൽ മാത്രമേ എന്ത് യൂസ് ചെയ്യുന്നുള്ളൂ? കൽക്കരി യൂസ് ചെയ്യുന്നുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? മാഡത്തിൻ്റെ കുട്ടികൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് എവിടെ നിന്നാണ് നമുക്ക് പെട്രോൾ, ഡീസൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂവൽസൊക്കെ ലഭിക്കുന്നത് എന്നുള്ള ഈ ഒരു ഭാഗം നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ, ഇനി ഇവിടെ കുറേ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പിക്ചർ എന്താണ്? ഓയിൽ റിഗാണ്. പിന്നെയോ പെട്രോളിയം റിഫൈനറി, പിന്നെ പെട്രോൾ പമ്പ്. അപ്പോൾ റിഗിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഓയിൽ എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. പിന്നെ അത് പെട്രോളിയം റിഫൈനറിയിൽ എത്തിക്കും. എന്നിട്ട് നമ്മൾ പെട്രോൾ ലഭിക്കും. പിന്നെ അത് പെട്രോൾ പമ്പിലേക്ക് എത്തും. ഓക്കെ, പിന്നെ കാണിക്കുന്ന LPG സിലിണ്ടർ, അത് മക്കളെല്ലാവരും വീട്ടിൽ കണ്ടിട്ടുള്ളതാണ് അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ് ഫോസിൽ ഫ്യൂവൽസ് എന്നുള്ളതാണ്. ഫോസിൽ ഫ്യൂവൽസ് ആർ ഫോംഡ് ഫ്രം ദ റിമെയിൻസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ദാറ്റ് എക്സിസ്റ്റഡ് ഓൺ എർത്ത് millions of years ago. Their stock decreases and eventually it runs out by consumption. These are referred to as non-renewable energy sources. ഇനി എന്താണ് ഫോസിൽ ഫ്യൂവൽ എന്നുള്ളത്? ഫോസിൽ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയിൽ ഒരുപാട് ജീവികൾ ജീവിച്ചിരുന്നു. അവയൊക്കെ മരിച്ചു, അല്ലെങ്കിൽ അവരൊക്കെ ഡെഡ് ബോഡീസായിട്ട് അവയുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന ഫ്യൂവൽസ്, ഇന്ധനങ്ങൾ, അതിനെയാണ് നമ്മൾ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞാൽ, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ എന്താണ് ഈ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്? ഓക്കെ, ഇനി ഈ ഫോസിൽ ഫ്യൂവൽസ് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്താകും? തീർന്നു പോയിക്കൊണ്ടിരിക്കും. അതിങ്ങനെ പുതുക്കാൻ പറ്റുന്ന ഒന്നല്ല. അതെങ്ങനെ ഉണ്ടാവുന്നത് മനസ്സിലായല്ലോ? ഒരുപാട് വർഷം എന്ത് ചെയ്യണം? ഈ ഡെഡ് ബോഡീസ്, ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉണ്ടാവണം ഫോസിൽ ഫ്യൂവൽ ഉണ്ടാകാൻ. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഈ ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുന്നത്. അത് നമുക്ക് പെട്ടെന്ന് പുതുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നല്ല. ക്ലിയർ ആയില്ല? നമ്മളത് യൂസ് ചെയ്താൽ അത് തീർന്നു പോകും. അങ്ങനത്തെ എനർജിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്. നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. ഓക്കെ, അങ്ങനെ പുതുക്കാൻ കഴിയാത്ത എനർജി സോഴ്സ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാത്ത ആ ഒരു എനർജി സോഴ്സസിനെയാണ് നമ്മൾ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫോസിൽ ഫ്യൂവൽസിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയായിട്ടാണ് നമുക്ക്? നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, അതുപോലെ തന്നെ എന്താണ്? കോള്. ഇനി ഈ ഫ്ലോ ചാർട്ട് നോക്കുക. ഫോസിൽ ഫ്യൂവൽസിനെ എന്താ ചെയ്തിട്ടുണ്ട്? നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, കോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ക്രൂഡ് ഓയിലിൽ നിന്ന് പിന്നെ എന്തൊക്കെ നമുക്ക് ലഭിക്കും? ഫസ്റ്റ് വൺ പെട്രോൾ ലഭിക്കും, ഡീസൽ ലഭിക്കും, LPG ലഭിക്കും, കെറോസിൻ ലഭിക്കും, ജെറ്റ് ഫ്യൂവൽ ലഭിക്കും. ഇതൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നതാണ്? ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഫ്യൂവൽസ്. അപ്പോൾ ഫ്യൂവൽസിൻ്റെ ഡിഫറെൻറ്റ് ഫോമുകൾ. ഏതൊക്കെ ഫോമിലായിരിക്കും ഫ്യൂവൽ ഉണ്ടാവുക? ഒന്നുകിൽ സോളിഡ്, അല്ലെങ്കിൽ ലിക്വിഡ്, അല്ലെങ്കിൽ ഗ്യാസ്. ഈ 3 ഫോമാണല്ലോ നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മുടെ ഫ്യൂവൽസ് ഏതൊക്കെ ഫോമിലാണ്, അതിൻ്റെ എക്സാമ്പിൾ എന്നൊക്കെയാണ് ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വി ഹാവ് ലേൺഡ് അബൌട്ട് വേരിയസ് ടൈപ്സ് ഓഫ് ഫ്യൂവൽസ്. നമ്മളെന്താണ് ഒരുപാട് ടൈപ്പ് ഫ്യൂവൽസ് പഠിച്ചല്ലോ. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച ഫ്യൂവൽസ്? വുഡ്, കെറോസിൻ, ഡീസൽ, പെട്രോൾ, ജെറ്റ് ഫ്യൂവൽ, നാഫ്ത, കോൾ, LPG ഇവയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇൻ അഡീഷൻ ടു ദി എബോവ് മെൻഷൻഡ് ഫൈൻഡ് ഔട്ട് അതർ ഫ്യൂവൽസ് ആൻഡ് ഗ്രൂപ്പ് ദം ബേസ്ഡ് ഓൺ ദെയർ ഫിസിക്കൽ സ്റ്റേറ്റ്സ്. ഇനി നിങ്ങളടുത്ത് പറയുകയാണ്, മേലെ ഇപ്പോൾ കുറേ ഫ്യൂവൽസ് തന്നിട്ടുണ്ടല്ലോ,
അതുകൂടാതെ വേറെയും കണ്ടുപിടിച്ചിട്ട് നിങ്ങളോട് ഫിസിക്കൽ സ്റ്റേറ്റ് നോക്കിയിട്ട് അതിനെ വേർതിരിക്കാനാണ് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്കാനാണ് പറയുന്നത്. ഏതൊക്കെയാണ് ഒരു വസ്തുവിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ്? നമ്മൾ എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ അതൊരു സോളിഡ് ആകും, അല്ലെങ്കിൽ അത് ലിക്വിഡ് ഫോമിലാകും, അല്ലെങ്കിൽ അത് ഗ്യാസ് ഫോമിലാകും. ഇങ്ങനെ 3 ഫോമാണ് പൊതുവേ ഒരു വസ്തുവിന് ഉണ്ടാകുക അല്ലേ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? വുഡ്, കെറോസിൻ, ഡീസൽ, പെട്രോൾ, ജെറ്റ് ഫ്യൂവൽ, നാഫ്ത, കോൾ ആൻഡ് LPG. ഇത്രയും എണ്ണമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് അതിനെ എന്ത് ചെയ്യാം? സോളിഡ് സ്റ്റേറ്റിൽ, ലിക്വിഡ് സ്റ്റേറ്റിൽ, ഗ്യാസ് സ്റ്റേറ്റ്, അങ്ങനെ ആ 3 സ്റ്റേറ്റിലേക്ക് വേർതിരിച്ച് എഴുതാം. വുഡ് നമുക്കറിയാം എന്താണ്, സോളിഡ് സ്റ്റേറ്റിലുള്ളതാണ് വുഡ്. അതുപോലെ തന്നെ കെറോസിൻ എന്താണ്, ലിക്വിഡ് ഫോമിലാണ്. ഡീസൽ, പെട്രോൾ, ജെറ്റ് ഫ്യൂവൽ, നാഫ്ത ഇവയൊക്കെ എന്താണ്, എന്തിൻ്റെ ഫോമിലാണ്? ലിക്വിഡ് ഫോമിലാണ്. കോളും വുഡും മാത്രം സോളിഡ് ഫോമിൽ. അതുപോലെ തന്നെ LPG, നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ ബയോഗ്യാസ് എന്ന് പറയുന്നതൊക്കെ എന്താണ്? അത് ഗ്യാസ് ഫോമിലുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതൊക്കെ ഫ്യൂവൽസിൻ്റെ ഓരോന്നും ഏതൊക്കെ ഫോമിലാണ് എന്നുള്ളത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഈ എക്സാമ്പിളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി നോക്കിയേ, ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൻ ബിലോ. താഴെ തന്നിട്ടുള്ള പിക്ചേഴ്സ് നോക്കുക. എന്തിൻ്റെ പിക്ചറാണ് താഴെ തന്നിട്ടുള്ളത്? 3 തരം ട്രെയിനുകളാണ്. 3 തരം ട്രെയിനിലും 3 തരം ഫ്യൂവലാണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഡീസലൊന്നും അത്ര പോപ്പുലർ ആവാത്ത ടൈമിൽ നമ്മൾ ട്രെയിൻ എന്താണ് ഫ്യൂവലായിട്ട് യൂസ് ചെയ്തിരുന്നത്? കോളാണ് അല്ലേ, കൽക്കരിയാണ്. ഫസ്റ്റത്തെ ട്രെയിൻ നോക്കിയേ, കൽക്കരി അല്ലേ, കൽക്കരി ആ ഒരു തീവണ്ടിയാണ് കാണുന്നത്. നെക്സ്റ്റ് പിന്നെ കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഡീസൽ ട്രെയിൻ വന്നു. ഇപ്പോൾ എന്താണ്? ഇലക്ട്രിക് ട്രെയിനാണ് നമുക്ക് പൊതുവെ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ്, കറൻ്റ്ലി ഇലക്ട്രിക് ട്രെയിൻസ് ആർ കോമൺ ഇൻ ഓപ്പറേഷൻ. നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ എന്താണ്? ഇലക്ട്രിക് ട്രെയിനിൻ്റെ കാലമാണ് അല്ലേ. എവിടെയും എന്താണ് നമ്മൾ കാണുന്നത്? ഇലക്ട്രിക് ട്രെയിൻ അല്ലേ. വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ട്രെയിനുകളാണ് നമ്മളിപ്പോൾ കൂടുതലും കാണുന്നത്. ഓക്കെ, ഇലക്ട്രിസിറ്റി ഈസ് ആൻ ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് എനർജി വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ഫ്യൂവൽസ്. നമുക്ക് ഇന്ധനങ്ങൾക്ക് പകരം, മീൻസ് നമ്മുടെ ഡീസൽ, പെട്രോൾ അങ്ങനെയുള്ള ഇന്ധനങ്ങൾക്ക് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോം ഓഫ് എനർജിയാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാലോ, ഇപ്പോൾ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾസ്, സ്കൂട്ടറായാലും കാറൊക്കെ ആയാലും എന്തായാലും ഇലക്ട്രിക് EV വെഹിക്കിൾസ് ഇപ്പം പൊതുവേ കൂടി വരുന്നുണ്ട് അല്ലേ. കാരണം എന്താ? ഡീസലും പെട്രോളൊന്നും അടിക്കണ്ട, ഇലക്ട്രിസിറ്റി നമുക്ക് ആ വെഹിക്കിൾ ഓടാൻ ഫ്യൂവലായിട്ട് എന്ത് യൂസ് ചെയ്താൽ മതി? ഇലക്ട്രിസിറ്റി യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്ധനങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ പകരമായിട്ട് എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്യൂവൽ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ആ ഒരു ഫോം ഓഫ് എനർജി, ആ ഫ്യൂവലിൻ്റെ അതേ ഒരു എനർജി ലഭിക്കുന്ന ഒന്നാണ് എന്ത്? ഈ ഇലക്ട്രിസിറ്റിയും. മനസ്സിലായോ? അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ഫ്യൂവലിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഫോം ഓഫ് എനർജിയാണ് എന്ത്? നമ്മുടെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോടാ മക്കളെ? ഓക്കെ, ഇനി പറയുന്നത് എന്താണ്? വി കാൺ ഇമേജിൻ എ ലൈഫ് വിതൗട്ട് ഇലക്ട്രിസിറ്റി നൗഎഡേയ്സ്. അത് ശരിയല്ലേ. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ, കറണ്ട് ഇല്ലാതെ അവർ വിളക്ക് കത്തിച്ച് മെഴുകുതിരി കത്തിച്ചൊക്കെ ജീവിച്ച ആ ഒരു കാലഘട്ടം അവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമുക്ക്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കളുടെ ആരെങ്കിലും വീട്ടിൽ അധികമൊന്നും ഈ മെഴുകുതിരി സൂക്ഷിച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ വിളക്കൊന്നും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവില്ല. കാരണം എന്താണ്? ഇപ്പോൾ കറണ്ട് പോകാറും കുറവാണ്. ഇനിയിപ്പോൾ അഥവാ കറണ്ട് പോയാൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. കറണ്ട് ഇല്ലാത്ത ഒരു ദിവസം എന്ന് പറയുന്നത് തന്നെ നമുക്ക് എന്താണ്? ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം നമ്മുടെ ഒരുപാട് ജോലികൾ അവിടെ മുടങ്ങിപ്പോവാണ് അല്ലേ. അപ്പോൾ നമുക്കത് ആ ഒരു കറണ്ട് ഇല്ലാത്തൊരവസ്ഥയെപ്പറ്റി ഇന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല. ശരിയല്ലേടാ ചങ്ങായിമാരെ? ശരിയാണോ? അതെ അല്ലേ.
ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഇലക്ട്രിസിറ്റി, നമ്മുടെ കറണ്ട് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. സിമ്പിളായിട്ട് പറഞ്ഞു തരാം കേട്ടോ. എക്സ്പെരിമെൻറ്റും നമുക്ക് ചെയ്ത് അത് കറക്റ്റായിട്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പഠിച്ചെടുക്കാം. നന്നായിട്ട് ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് തലയിൽ കയറും. ഓക്കെ, അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ജലവൈദ്യുതി. വെള്ളത്തിൽ നിന്നും എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. വി ക്യാൻ കൺസ്ട്രക്ട് എ മോഡൽ ഓഫ് ടർബൈൻ എന്ന് പറഞ്ഞാൽ വാട്ടർ വീൽ ആൻഡ് കണ്ടക്ട് ആൻ എക്സ്പെരിമെൻറ്റ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. നമുക്കിവിടെ ഒരു പിക്ചർ കണ്ടോ, ഒരു കുട്ടി ചെയ്യുന്ന ആ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ ഒരു വാട്ടർ വീൽ, ജലചക്രം അല്ലെങ്കിൽ ടർബൈൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ റൈറ്റ് ഡൗൺ നോട്ട്സ് ഓൺ ദി കൺസ്ട്രക്ഷൻ ഓഫ് ദി മോഡൽ ഇൻ യുവർ സയൻസ് ഡയറി. അപ്പം നിങ്ങൾ നിങ്ങളുടെ കൺസ്ട്രക്ഷനും അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ എന്ത് ചെയ്യണം, നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറയുന്നത്. വാട്ട് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ നോട്ട്. കൺസ്ട്രക്ഷൻ നോട്ടിൽ എന്തൊക്കെ വേണം? നെയിം ഓഫ് ദ എക്യുപ്മെൻറ്റ് വേണം, പിന്നെ ഒബ്ജക്റ്റീവ് ഓഫ് ദി കൺസ്ട്രക്ഷൻ വേണം, മെറ്റീരിയൽസ് റിക്വയർഡ്, ഡയഗ്രാം, സ്റ്റെപ്പ് ഓഫ് ദി കൺസ്ട്രക്ഷൻ. ഇത്രയും കാര്യങ്ങൾ എന്തിൽ വേണം? നമുക്ക് ഈ ഒരു സയൻസ് ഡയറിയിൽ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്ത് നോക്കാം. നെയിം ഓഫ് ദി എക്യുപ്മെൻറ്റ് എന്താണ്? മോഡൽ ടർബൈൻ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒബ്ജക്റ്റീവ് ഓഫ് ദി കൺസ്ട്രക്ഷൻ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, എന്താണ് നമ്മൾ നോക്കുന്നത് എന്നാണ് ഒബ്ജക്റ്റീവ് ഓഫ് ദി കൺസ്ട്രക്ഷൻ്റെ മീനിങ് വരിക. അതിൽ നമ്മൾ ടു കൺസ്ട്രക്ട് എ മോഡൽ ഓഫ് എ ടർബൈൻ to observe how water force and height influence its rotation and speed to generate hydroelectricity. അപ്പോൾ ഒന്ന് മനസ്സിലായില്ലല്ലോ, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ എന്താണ്, ഒരു ടർബൈൻ്റെ മോഡലാണ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ എന്തൊക്കെ നോക്കും? നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഹൗ വാട്ടർ ഫോഴ്സും ആൻഡ് ഹൈറ്റ് ഇൻഫ്ലുവൻസ് ഇറ്റ്സ് റൊട്ടേഷൻ ആൻഡ് സ്പീഡ്. ഈ ടർബൈൻ്റെ റൊട്ടേഷനും അതിൻ്റെ സ്പീഡും എങ്ങനെയാണ് നമ്മൾ വാട്ടർ നല്ല ഫോഴ്സിൽ പുറത്തു വിടുമ്പോഴും, അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ്, ടർബൈൻ അടിയിലും കണ്ടല്ലോ, ടർബൈൻ അടിയിലാണ് വാട്ടർ ആ കുട്ടി കൈ പിടിച്ചിരിക്കുന്നത് കണ്ടോ. അതാണ് നമ്മളൊരു വാട്ടർ റിസർവെയർ ആയിട്ടോ അല്ലെങ്കിൽ വാട്ടർ സോഴ്സ് ആയിട്ടോ കണക്കാക്കുന്നത്. അപ്പോൾ ആ വാട്ടർ സോഴ്സിൻ്റെ തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ, വാട്ടർ സോഴ്സും ടർബൈനും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ്, ആ ഹൈറ്റ് ഡിഫറൻസ് ഇനിയും കൂടുമ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ ടർബൈന് കറങ്ങുന്നിടത്ത് അല്ലെങ്കിൽ ആ ടർബൈൻ്റെ സ്പീഡിലോ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നൊക്കെയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് വരുമ്പോൾ ഇത് ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആവാത്തതിന് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് എന്തെല്ലാം മെറ്റീരിയൽസാണ് നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ഷൻ, നമ്മുടെ വാട്ടർ ടർബൈൻ്റെ ആ ഒരു മോഡൽ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് എന്നാണ് ഇനി താഴെ കൊടുക്കുന്നത്. പ്ലാസ്റ്റിക് ബോട്ടിൽ, 2 പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, 1 ലിറ്ററിൻ്റെ 2 ലിറ്ററിൻ്റെ ആയിട്ടുള്ള 2 പ്ലാസ്റ്റിക് ബോട്ടിൽ, കാരണം പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെ വേണമെന്നില്ല കേട്ടോ. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നമുക്കിവിടെ ഈ ഒരു പിക്ചറിൽ കണ്ടതുപോലെ ഒരു വാട്ടർ സോഴ്സ് ആയിട്ട് കണക്കാക്കാം. മറ്റേത് ടർബൈൻ്റെ ആ ഒരു ഭാഗത്ത് വെക്കാൻ വേണ്ടി, ആ ടർബൈൻ്റെ മോഡലായിട്ട് വെച്ചത് കണ്ടോ നിങ്ങൾ, ഒരു ബ്രൗൺ കളറിൽ. അതുപോലെ നമുക്ക് ഈ സ്പൂൺ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു പ്ലാസ്റ്റിക് സ്പൂൺസ് വേണം, ഒരു 6 or 8 പ്ലാസ്റ്റിക് സ്പൂൺ വേണം. പിന്നെ അതുപോലെ തന്നെ ഒരു വുഡൻ ആയിട്ടുള്ള റോഡ് അല്ലെങ്കിൽ മെറ്റലായിട്ടുള്ള റോഡ് വേണം. അത് നമുക്ക് ആക്സിലായിട്ട്, നമുക്ക് ഈ സ്പൂണ് ഘടിപ്പിച്ചിട്ട് ഒരു ആക്സിലായിട്ട് വെക്കാൻ മെറ്റൽ റോഡ് എന്തെങ്കിലും ഒന്ന് വേണം. പിന്നെ കാർഡ്ബോർഡ്, അടിയിലൊരു സപ്പോർട്ടിന് വേണ്ടി ഒരു കാർഡ്ബോർഡ്, ഒരു സ്റ്റഡി ബേസ് എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ഒന്ന് അതിൻ്റെ ബേസായിട്ട് വേണം. ഗ്ലൂ, ടാപ്പ്, അത് നമുക്ക് ഈ സ്പൂണ് ഒട്ടിക്കാൻ വേണം. സിസേഴ്സ് വേണം. വാട്ടർ സോഴ്സ് നമ്മൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലായിട്ട് തന്നെ എടുക്കണം എന്നില്ല, നമുക്ക് ടേപ്പോ ജെക്കോ എന്ത് തന്നെ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ മെറ്റീരിയൽസ് ആയിട്ട് വേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. പ്രിപ്പയർ ദി ടർബൈൻ ബോഡി. എങ്ങനെയാണ് ടർബൈൻ്റെ ആ ഒരു ബോഡി ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം ടേക്ക് എ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. എന്നിട്ട് കട്ട് ഇൻറ്റു എ സിലിണ്ടറിക്കൽ ഷേപ്പിൽ അത് കട്ട് ചെയ്യുക ബൈ റിമൂവിങ് ദ ടോപ്പ് ആൻഡ് ബോട്ടം സെക്ഷൻ. അതിൻ്റെ ബോട്ടം സെക്ഷനും ടോപ്പും റിമൂവ് ചെയ്തിട്ട് അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 6 or 8 സ്പൂൺസ് അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് പ്ലാസ്റ്റിക് സ്പൂൺസ് അറൗണ്ട് ദ എഡ്ജ് ഓഫ് ദ ബോട്ടിൽ അറ്റ് ഈക്വൽ ഇൻ്റർവൽസ്. കറക്റ്റ്
കറക്റ്റ് അതിൻ്റെ ആ ഗ്യാപ്പ്, ഓരോ സ്പൂണുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കറക്റ്റാക്കിക്കൊണ്ട് 8 സ്പൂണോ 6 സ്പൂണോ ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ അതിൽ അറ്റാച്ച് ചെയ്യുക. എന്നിട്ടൊരു ഗ്ലൂവോ ടാപ്പോ ഇട്ടുകൊണ്ട് നിങ്ങളത് ആ ബോട്ടിലിൽ കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു എഡ്ജ് അതിൻ്റെ വക്കത്ത് വെച്ചിട്ട് അത് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ടോ എൻഷുർ ഓൾ സ്പൂൺ ബബിൾസ് ഫേസ് ദ സെയിം ഡയറക്ഷനിലോട്ടായിരിക്കണം അതിൻ്റെ ആ ബബിൾസ് ഫേസ് വെച്ചാൽ അതിൻ്റെ ആ ഒരു മുഖഭാവം അല്ലെങ്കിൽ ആ സ്പൂണിൻ്റെ ആ ഒരു പിക്ചറിൽ കണ്ടാൽ നിങ്ങൾക്കറിയാം ഒരേ സ്പേസ് തല കുത്തനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് പോകരുത്. കറക്റ്റായിട്ട് ആ ഒരേ ഡയറക്ഷനിൽ അതിൻ്റെ ഫേസ് വരുന്ന രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതെല്ലാം ഒട്ടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് ക്രിയേറ്റ് ദ ആക്സിൽ. നിങ്ങൾ എന്ത് ചെയ്യാറിയോ, ഈ ഒരു ബോട്ടിലിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ സ്പൂൺ ഒട്ടിച്ചില്ല, അതിൻ്റെ നടുവിൽ ഒരു മെറ്റൽ റോഡോ അല്ലെങ്കിൽ ഒരു വുഡൻ സ്റ്റിക്കോ വെച്ച് കൊടുക്കുക. അതെന്തായിട്ട് വർക്ക് ചെയ്യും, ഒരു ആക്സിലായിട്ട് വർക്ക് ചെയ്യും. ഇനി എൻഷുർ ദി ആക്സിൽ ഈസ് ഫിക്സ്ഡ് ഫേംലി ബട്ട് അലൗസ് ദ ബോട്ടിൽ ടു റൊട്ടേറ്റ് ഫ്രീലി. വെച്ചാൽ നമ്മൾ ആ ആക്സിൽ വെച്ചെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഈ ബോട്ടിലിന് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ ഈ ആക്സിൽ ഫിക്സ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് ബേസ് സെറ്റ് ചെയ്യാം. അത് നമുക്ക് ഒരു കാർഡ്ബോർഡോ വുഡോ പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു ബേസ് സെറ്റ് ചെയ്താൽ മതി. അതൊക്കെ ഈസിയാണ്. ഇനി അറ്റാച്ച് ദ എൻഡ്സ് ഓഫ് ദി ആക്സിൽ സെക്യൂർലി ടു ദ ബേസ് സോ ദാറ്റ് ദ ടർബൈൻ ഈസ് എലിവേറ്റഡ് ആൻഡ് ക്യാൻ സ്പിൻ ഫ്രീലി. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ആക്സിൽ അതുപോലെ തന്നെ ഇത് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കുക. അതുകൊണ്ട് എന്താണെന്ന് വെച്ചെന്ന് വെച്ചാൽ നമ്മുടെ ടർബൈന് സുഖമായിട്ട് ഈ ഒരു ബേസിൽ കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചാൽ സുഖമായിട്ട് കറങ്ങാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കൊരു വാട്ടർ സോഴ്സ് ഉണ്ടാക്കാം. വാട്ടർ സോഴ്സ് എങ്ങനെയാണ്, ഒരു രണ്ടാമതൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക, എന്നിട്ട് അതിൽ ഹോൾ ഉണ്ടാക്കുക, എന്നിട്ടോ നല്ല ഫ്ലോയിൽ വാട്ടർ വീഴാനുള്ള രൂപത്തിൽ അതിന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ വാട്ടർ ബോട്ടിൽ വെള്ളം നിറയ്ക്കുക. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വാട്ടർ സോഴ്സുമായി നമ്മൾക്ക് ഒരു ടർബൈനും മോഡലായി. ഇനി അത് കറക്റ്റ് പൊസിഷനിൽ വെക്കുക. ടർബൈൻ അണ്ടർ ദ വാട്ടർ സ്ട്രീം ഫ്രം ദ സെക്കൻഡ് ബോട്ടിൽ. അപ്പം ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ നിങ്ങൾ വെക്കുക. കാരണം വാട്ടർ മുകളിലാണ് വരിക. വെച്ചാൽ റിസർവോയറിൽ വാട്ടർ സോഴ്സ് എന്ത് ചെയ്യുക, നമ്മൾ ഒരു ഹൈറ്റ് കുറച്ച് കൂട്ടിയിട്ടാണ് വെക്കുക. നമ്മൾ ടർബൈൻ എന്താണ്, അടിയിലാണ് വെക്കുക. ഓക്കെ, ഇനി എൻഷുർ ദ വാട്ടർ ഹിറ്റ്സ് സ്പൂൺ ബവൽസ് ഡയറക്ട്ലി. ഇനി ഈ വാട്ടർ സോഴ്സ് വെള്ളം ഫ്ലോ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എവിടെ തട്ടണം, ഈ സ്പൂണിലേക്കാണ് ഈ വെള്ളം നല്ല ഫോഴ്സിൽ വന്ന് വീഴേണ്ടത്. അത് ആ ഒരു പൊസിഷനിൽ നിങ്ങൾ വാട്ടർ സോഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടർബൈൻ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഈ മോഡലിൽ നിന്ന് ടെക്സ്റ്റ് ചെയ്യുക. അലോ വാട്ടർ ടു ഫ്ലോ ഫ്രം ദ സെക്കൻഡ് ബോട്ടിലിൽ നിന്ന് നിങ്ങൾ വെള്ളം തുറന്നു വിടുക. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഒരു ടർബൈൻ കറങ്ങുന്നുണ്ടോ, വെള്ളം വീണിട്ട് ഈ സ്പൂണിലെത്തുമ്പോൾ ഈ ടർബൈൻ കറങ്ങുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. വെള്ളം കറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളെ വാട്ടർ സോഴ്സിൻ്റെ ഹൈറ്റ് ഒന്നും കൂടി ഉയർത്തി നോക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കുക. അതുപോലെ വാട്ടറിൻ്റെ ഫോഴ്സ് കുറച്ച് നോക്കുക. അപ്പോൾ ടർബൈൻ എങ്ങനെയാണ് കറങ്ങുന്നതെന്നൊക്കെ ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾ ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നമ്മുടെ സയൻസ് ഡയറിയിൽ എഴുതാൻ പറ്റുന്നത്. അപ്പോൾ സ്റ്റെപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ ഡയഗ്രാം ഞാൻ വരച്ച് തന്നിട്ടില്ല. നിങ്ങൾ ഈ ഒരു പിക്ചർ നോക്കിയിട്ട് നിങ്ങൾ സ്വന്തമായൊന്ന് ഡയഗ്രാം വരച്ച് നോക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിനി ഇത് പഠിക്കാൻ പോവുകയാണ്. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഇനി നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഹൗ ഡസ് ദ ടർബൈൻ റൊട്ടേറ്റ്? എങ്ങനെയാണ് നമ്മുടെ ടർബൈന് റൊട്ടേറ്റ് ചെയ്തത് എന്നുള്ളത്. എങ്ങനെയാണ്? ദ ടർബൈൻ റൊട്ടേറ്റ്സ് വെൻ ഫോളിങ് വാട്ടർ എക്സേർട്സ് ഫോഴ്സ് ഓൺ ദ സ്പൂൺ. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യാൻ കാരണം എന്താണ്, ആ ഫോൾ ചെയ്യുന്ന വാട്ടർ നല്ലൊരു ഫോഴ്സ് സ്പൂണിൽ കൊടുത്തിട്ടാണ് നമുക്കവിടെ ആ ഒരു ടർബൈന് റൊട്ടേറ്റ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഡസ് ദ വേരിയേഷൻ ഇൻ ദ ഫോഴ്സ് ഓഫ് ദി ഫോളിങ് വാട്ടർ ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ദി ടർബൈൻ? വെള്ളത്തിൻ്റെ ആ ഒരു ശക്തി ഉണ്ടല്ലോ, ആ ഒരു വെള്ളം വീഴുന്നതിൻ്റെ ശക്തി നമ്മുടെ ഈ കറക്കത്തിന് നമ്മുടെ ടർബൈൻ്റെ കറക്കത്തിനെ സ്വാധീനിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൽ ഈ ഒരു ഫോഴ്സ് വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറഞ്ഞാലോ കൂടിയാലോ എന്തെങ്കിലും നമ്മുടെ ടർബൈനെ ബാധിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. നമുക്കറിയാം ബാധിക്കുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. യെസ് എന്നാണ് ആൻസർ വരിക അല്ലേ. എന്താ കാരണം, വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടുമ്പോൾ എന്ത് ചെയ്യും, ടർബൈൻ്റെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ കറക്കത്തിൻ്റെ സ്പീഡും കൂടും. ഓക്കെ, അപ്പോൾ യെസ്, ആസ് ദ ഫോഴ്സ് ഓഫ് ഫാളിംഗ് വാട്ടർ ഇൻക്രീസ്
ദ ടർബൈൻ റൊട്ടേറ്റ് ഫാസ്റ്റർ. ഇനി വിൽ ദ ചേഞ്ച് ഇൻ ദ ഹൈറ്റ് ഓഫ് ദ ബോട്ടിൽ എഫക്ട് ദ സ്പീഡ് ഓഫ് ദി ടർബൈൻ. നമ്മൾ ഈ വെള്ളം നിറച്ച കുപ്പിയുടെ ഇങ്ങനെ ഉയരം, ഹൈറ്റ്, ആ ഒരു ഉയരം കൂട്ടിയാൽ നമ്മുടെ ഈ ഒരു ടർബൈൻ കറങ്ങുന്നതിൽ, റൊട്ടേറ്റ് ചെയ്യുന്നതിൽ വേഗത കൂടുമോ അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് കൂടുമോ എന്നാണ് ചോദ്യം. യെസ്, കൂടും. യെസ്, ഇൻക്രീസിങ് ദ ഹൈറ്റ് ഓഫ് വാട്ടർ സോഴ്സ് റിസൾട്ടിങ് ഇൻ മോർ ഫോഴ്സ്ഫുൾ വാട്ടർ. അപ്പം നല്ല ഉയരത്തിൽ നിന്ന് വെള്ളം വീഴുമ്പോൾ നല്ല ഫോഴ്സ് ആയിരിക്കും. നമുക്ക് ആതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ അറിയാമല്ലേ, നല്ല ഉയരത്തിൽ നിന്ന് വെള്ളം താഴോട്ട് വീഴുമ്പോൾ നല്ല ഫോഴ്സിലായിരിക്കും വെള്ളം വീഴുക. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ ടർബൈനിൻ്റെ സ്പീഡും റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡും കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ഹൈറ്റ്, നമ്മുടെ വാട്ടർ സോഴ്സിൻ്റെ ഹൈറ്റും അതുപോലെ തന്നെ വാട്ടർ ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഫോഴ്സും നമ്മുടെ ടർബൈനിൻ്റെ റൊട്ടേഷനെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ വാട്ടർ ഫ്ലോ നല്ല ഫോഴ്സ്ഫുള്ളാണ്, നല്ല ഫോഴ്സ് ആണെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നല്ല ഹൈറ്റിൽ നിന്നാണ് വാട്ടർ വീഴുന്നതെങ്കിൽ, വാട്ടർ താഴോട്ട് നമ്മുടെ ടർബൈനിലോട്ട് വീഴുന്നതെങ്കിൽ നമ്മുടെ ടർബൈന് നന്നായിട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Hydroelectric power is generated using the energy present in the water stored in dams. The water is released downwards as per demand to turn the turbines and drive the generator to generate electricity. നമ്മൾ കെട്ടി നിർത്തിയിട്ടുള്ള ഈ ഒരു വെള്ളത്തിൽ നിന്ന് ഒരു ഊർജം അല്ലെങ്കിൽ ഒരു എനർജി എടുത്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്, കറണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ഡാമിലൊക്കെ എന്ത് ചെയ്യും, വെള്ളം ഇങ്ങനെ തടഞ്ഞ് അല്ലെങ്കിൽ കെട്ടി നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ ഡാമൊക്കെ കാണാൻ പോയ മക്കളാണെങ്കിൽ നിങ്ങൾക്കറിയാം, വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ടാവില്ലേ ഡാമിൽ. നല്ല ഫോഴ്സായിട്ട് ഡാമിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ടാവും. ഇതെന്ത് ചെയ്യുക, ഇത് ആവശ്യത്തിനനുസരിച്ച് താഴേക്ക് ഇങ്ങനെ പതിപ്പിക്കും. ഡാം കാണാൻ പോയവർക്കറിയാം, ഡാം നല്ല ഉയരത്തിൽ താഴോട്ട് ഇങ്ങനെ വെള്ളം ഫോഴ്സായിട്ട് വീഴാനുള്ളൊരു ഇതൊക്കെ ഡാം കാണാൻ പോയ മക്കൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ അണക്കെട്ടിൽ അല്ലെങ്കിൽ ഡാമിൽ നമ്മൾ വെള്ളം സൂക്ഷിച്ചത് എന്ത് ചെയ്യും, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ താഴെയുള്ള ടർബൈൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യും, പതിപ്പിക്കും. മനസ്സിലായോ? അത് അങ്ങ് തുറന്നു വിടും. അപ്പം നല്ല ഫോഴ്സ്, ഈ ഡാമിൽ നിന്ന് നല്ല ഫോഴ്സായിട്ടാണ് വെള്ളം എവിടേക്ക് വീഴുക, ടർബൈൻ്റെ മുകളിലോട്ട് വീഴുക. അങ്ങനെ ആകുമ്പോൾ ടർബൈൻ നല്ല സ്പീഡിൽ കറങ്ങും. അതിന് ജനറേറ്റർ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ജനറേറ്റർ മുഖേനയാണ് നമുക്ക് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്, നമ്മുടെ വൈദ്യുതി, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ മക്കൾക്ക് കുറേയൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. നല്ല ഉയരത്തിൽ കെട്ടി വെച്ചിട്ടുള്ള വെള്ളം നല്ല ഫോഴ്സിൽ താഴോട്ട് പതിപ്പിക്കും. അപ്പോൾ താഴെ എന്ത് വെച്ചിട്ടുണ്ടാവും, ടർബൈൻ വെച്ചിട്ടുണ്ടാവും. ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് ഈ ടർബൈൻ കറങ്ങും. ഈ ടർബൈൻ കറങ്ങുമ്പോൾ എന്ത് പ്രൊഡ്യൂസ് ആവും, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആവും. ഇത്രയും സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. അവിടെ കൈനറ്റിക് എനർജിയാണ് വാട്ടറിലുള്ളതെന്നും മെക്കാനിക്കൽ എനർജി ഇലക്ട്രിസിറ്റി ആവുന്ന അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും മക്കൾ നോക്കണ്ട. ഇത്രയും കാര്യങ്ങൾ മക്കൾ എന്ത് ചെയ്യുക, ബേസായിട്ട് പഠിച്ചു വെക്കുക. ആ ടർബൈൻ കറങ്ങുമ്പോൾ ജനറേറ്ററുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ആ ജനറേറ്ററാണ് നമ്മുടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ അത് ട്രാൻസ്ഫോമറിലേക്ക് എത്തുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഇലക്ട്രിസിറ്റി ഫ്രം ദ വിൻഡാണ്. ആ ഒരു ടോപ്പിക്ക് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഓക്കെ, താങ്ക് യു.